നമസ്കാരം. ദ ഓൺലി ടൈം യു ട്രൂലി ഫെയിൽ ഈസ് വെൻ യു ഗീവ് അപ്പ്. ഇത് ഇന്ന് വിരാട് കോഹ്ലി ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഈ ഒരു പോസ്റ്റിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യണം. അതായത് എന്താണ് വിരാട് കോഹ്ലി ഉദ്ദേശിച്ചത്? 2027 വേൾഡ് കപ്പിലേക്ക് ശക്തമായി തിരിച്ചു വരും എന്നാണോ, അതോ ഇനി BCCI ഉദ്ദേശിച്ച് എന്തെങ്കിലും ഒളിയമ്പ് വല്ലതും ആണോ, അതോ ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണോ? അങ്ങനെ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ പൊടിയൊടിക്കുകയാണ്. പുള്ളിക്ക് തിരിച്ചു വരണമെന്നുള്ള സംഭവമാണ് പുള്ളി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊന്നുമല്ല. ഇത് വിരാട് കോഹ്ലി ഒബിയസ്ലി ഇതൊരു ആഡാണ്. അപ്പം നമ്മൾ ആ ഒരു ട്വീറ്റിന് ശേഷം പിന്നീട് ഒരു ട്വീറ്റിൽ റോങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആഡ് പുള്ളി എപ്പോഴും വിരാട് കോഹ്ലിയുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, എപ്പോഴും പുള്ളി പോസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് റോങ് എന്ന് പറയുന്ന ബ്രാൻഡ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ആഡിന് മുന്നോടിയായിട്ടിട്ടൊരു ട്വീറ്റാണിത്. അതിനുശേഷം ആ ആഡ്, അതിനെ തുടർന്ന് ആ ആഡും കൂടെ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആഡിനെ സംബന്ധിച്ചുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആ ഒരു ആഡ് മാത്രമാണ്. കാരണം വിരാട് കോഹ്ലിയുടെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ വിരാട് കോഹ്ലി ഒരിക്കലും ഇങ്ങനെ ഒരു വിക്ടിം കാർഡ് കളിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഉള്ളൊരു സംഭവം വിരാട് കോഹ്ലിക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പുള്ളി എത്രയോ കാലം മുമ്പ് ഒരു ബ്രാൻഡാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂണായിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇന്ത്യയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് നിന്നൊരു ക്രിക്കറ്ററാണ്. അത്രയും വലിയൊരു ബ്രാൻഡാണ്. പുള്ളിക്ക് ഇങ്ങനൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആരെയും ഉന്നം വെച്ചിട്ടോ അല്ലെങ്കിൽ BCCI ഉന്നം വെച്ചിട്ടോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പോവുകയാണെങ്കിൽ തന്നെ അതിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടൊരു മോട്ടിവേഷണൽ ട്വീറ്റ് പോലെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആ ബ്രാൻഡിൻ്റെ ആഡിന് വേണ്ടിയിട്ട്, അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ട്വീറ്റാണെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ആൾക്കാർ ഇതിനെ പറഞ്ഞ് വേറെ എന്തൊക്കെയോ ആക്കി ഇങ്ങനെ പൊക്കി പിടിച്ച് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല എന്നുള്ളതാണ് വാസ്തവം. സോ അതാണ് വിരാട് കോഹ്ലിയുടെ ട്വീറ്റിൻ്റെ ഇത്. വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീം മൊത്തത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി വെറും 2 ദിവസമുള്ളൂ. 19-ാം തീയതിയാണ് ആദ്യത്തെ ODI സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നാളെ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ആ ഒരു സീരീസിൻ്റെ ODI സീരീസിൻ്റെ പ്രിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഇതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത, നേപ്പാൾ ആൻഡ് ഒമാൻ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പി ന്യൂസ്. പ്രത്യേകിച്ച് നേപ്പാൾ, നമ്മൾ ഏഷ്യ കപ്പിൽ നേപ്പാൾ കളിച്ചില്ല എന്നുള്ളത് വലിയൊരു വിഷമമായിരുന്നു. എന്തായാലും വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അതൊരു ന്യൂസ്. പിന്നെ ഇന്നലെ വീഡിയോ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ പറയാൻ വിട്ടത് പാകിസ്ഥാൻ vs സൗത്ത് ആഫ്രിക്ക ലാസ്റ്റ് ഡേയുടെ വിശേഷങ്ങൾ. ഒബിയസ്ലി പാകിസ്ഥാൻ ജയിച്ചു. അത് സത്യം പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ പറ്റുന്നൊരു മത്സരമായിരുന്നു. ബ്രവീസിൻ്റെ ഒരു അത്യുജ്വലമായിട്ടുള്ളൊരു പെർഫോമൻസ് നമ്മൾ കണ്ടു. 54 റൺസ് അടിച്ചു, 54 ബോളിൽ. ബ്രവീസിൽ നിന്നപ്പം മാത്രമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് തോന്നിയത്. പക്ഷേ നൊമാൻ അലി ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് ആയിരുന്നു ഈ ഒരു മാച്ചിൽ മൊത്തത്തിൽ. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ സെന്യുരൻ മുത്തസാമിയും സൂപ്പറായിട്ട് ബോൾ ചെയ്തു. 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സിന് തന്നെയാണ് ഈ വിക്കറ്റ് എല്ലാം കിട്ടിയത്. പക്ഷേ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്തത് നമ്മുടെ ഷൈൻ അഫ്രീദി ആയിരുന്നു. ആ റിവേഴ്സ് സ്വിങ്ങിലൊക്കെ തിളങ്ങി നിന്നുകൊണ്ട് ആ 3 വിക്കറ്റ് ഇട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ലാസ്റ്റ് 3 വിക്കറ്റ് ഇട്ട് മൊത്തം 4 വിക്കറ്റ് ഷൈൻ അഫ്രീദി സെക്കൻഡ് ഇന്നിങ്സിൽ ഇട്ടു. ഈ സെന്യുരൻ മുത്തുസാമിയും അതുപോലെ തന്നെ നൊമാൻ അലിയും 10 വിക്കറ്റും 11 വിക്കറ്റ് നേടിയിട്ട് ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ ആകെയുള്ളൊരു സെഞ്ചുറിയൻ നമ്മുടെ ടോണി ഡി സോസിയാണ് സൗത്ത് ആഫ്രിക്കയുടെ. അതല്ലാതെ പാകിസ്ഥാൻ്റെ റിസ്വാൻ നന്നായിട്ട് കളിച്ചു. അത് സൽമാൻ അലി ആക 93 റൺസ്, ഇമാമുൽ ഹക്ക് 93 റൺ അടിച്ചു. ഇതൊക്കെ ഫസ്റ്റ് ഇന്നിങ്സിലാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ ബാബർ മാത്രമാണ് തിളങ്ങിയത്. 42 റൺസ് അടിച്ചത് ബാബർ മാത്രമാണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് തിളങ്ങിയത്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ടോസ് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചായിരുന്നു. ടോസ് പാകിസ്ഥാന് കിട്ടിയത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുന്ന ആ ഒരു സ്കോർ അടിക്കാൻ പറ്റുന്ന ടീമിന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ടോസ് പാകിസ്ഥാന് കിട്ടി. ഇനി രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ കേശവ് മഹാരാജ് തിരിച്ച് ടീമിലേക്ക് വരുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച്. സോ അവർക്ക് കുറച്ചും കൂടെ ആശ്വാസമായിരിക്കും. കാരണം പാകിസ്ഥാനിൽ കുറച്ചും കൂടെ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചായതുകൊണ്ട് തന്നെ കേശവ് മഹാരാജിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ വരുമ്പോൾ അത് അവരെ സഹായിക്കും. അതുമാത്രമല്ല, ടോസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് വലിയ പണിയാണ്. ഇതിനകത്ത് ഒരുപാട് സൗത്ത് ആഫ്രിക്ക ക്യാച്ചുകൾ മിസ് ചെയ്തു. ചില മത്സരങ്ങളിലേക്ക് അവർക്ക് വരാൻ പറ്റുന്ന അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയില്ല. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് വിജയിക്കാനായിട്ടുള്ള റീസൺ അതും കൂടെയാണ്. അവർ ഫസ്റ്റ് ഇന്നിങ്സ് നന്നായിട്ട് ബാറ്റ് ചെയ്തു ഒബിയസ്ലി. അതുപോലെ തന്നെ അവരുടെ സ്പിന്നേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്യുന്നുള്ളതും ഒരു വാസ്തവമാണ്. പക്ഷേ സെക്കൻഡ് ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്ക ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതല്ലാതെ വുമൻസ് വേൾഡ് കപ്പിൽ ഉള്ള മത്സരങ്ങൾ, അതായത് ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളൊക്കെ വാഷ് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമം തോന്നി. ഇന്നലെ പാകിസ്ഥാൻ vs ഇംഗ്ലണ്ട് മത്സരം പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനെ അട്ടിമറിക്കുമെന്ന് തോന്നിപ്പിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ മത്സരം വാഷ് ഔട്ടായിപ്പോയി. എന്തായാലും ഇന്ത്യ vs ഇംഗ്ലണ്ട് മത്സരമാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഓസ്ട്രേലിയ vs ബംഗ്ലാദേശ് മത്സരം നടക്കുന്നുണ്ട്. ഈസിയായിട്ട് ഓസ്ട്രേലിയ ജയിക്കും എന്നാണ് തോന്നുന്നത്. സോ ആ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇനി ഓസ്ട്രേലിയ vs ഇന്ത്യ ODIയുടെ പ്രിവ്യൂ ഒക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.